ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സെയിൽ പോസ്റ്റ് ആണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഗപ്പീസൊക്കെ ഒന്ന് സെയിലിനായിട്ടില്ല, പുതിയ ഗപ്പീസൊക്കെ ഏതാണുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റി പുതിയ ഗപ്പീസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ പഴയതുണ്ടായ കുറച്ച് ഗപ്പീസും സെയിലിനായിട്ടുണ്ട്. അപ്പോൾ അവരെ കാണിക്കുന്ന വീഡിയോ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മൾ ബീറ്റാ ഫിഷ് കുറച്ച് റെഡി ആയിട്ടുണ്ട്, അവരെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് ഉണ്ടാവും. പിന്നെ ബാക്കി ഷ്രിമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയാം. കുറച്ച് കുറവാണ് ഷ്രിമ്പൊക്കെ. പിന്നെ ക്രാഫിഷും കുറച്ച് കുറവുണ്ട്. ബാക്കി ബീറ്റാസും ഷ്രിമ്പൊക്കെ ഗപ്പീസൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് കൊടുക്കാനുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വീഡിയോയിലൂടെ നമ്മൾ കാണാൻ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറയാം. നേരെ വീഡിയോ ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫാമിലി ഇപ്പോൾ സെയിലിനായിട്ട് എടുക്കുന്ന ഏറ്റവും പുതിയൊരു റേറ്റ് ആണ്. ഇതാണ് ജപ്പാൻ ബ്ലൂ ഡംബോയർ കേട്ടോ. അപ്പോൾ ഇത് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു ഗപ്പിയാണ്. പലരും 2000 രൂപ 3000 രൂപയൊക്കെ മേടിച്ചിട്ട് സ്റ്റേബിൾ അല്ല എന്നുള്ള രീതിയിലാണ് എൻ്റെ കമൻ്റൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനും അതുകൊണ്ട് തന്നെയാണ് മേടിക്കാഞ്ഞത്. പിന്നെ റേറ്റും അത് കഴിഞ്ഞ് കുറച്ച് റേറ്റൊക്കെ കുറഞ്ഞപ്പോൾ നമ്മളൊരു ബ്രോ വിളിച്ച് പറഞ്ഞു എനിക്ക് സ്റ്റേബിളായിട്ടാണ് കിട്ടുന്നത്, എൻ്റെ കയ്യിലുള്ള ഇതെല്ലാം ഇതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസത്തോടെ നമ്മൾ മേടിച്ചാണ്. നമ്മൾ ഫസ്റ്റ് മേടിച്ചാണിത്. അതിൽ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാടാ എൻ്റെ ഇയർ ക്വാളിറ്റി 2.5 മാസമായിട്ടുള്ളൂ. ഫീമെയിൽ കുറച്ച് കുറവാണ് എങ്കിലും ഫീമെയിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഫീമെയിലും ചെറിയ രീതിയിൽ ഇയർ കാണിക്കുന്നുണ്ട്. മെയിൽസിന് എല്ലാത്തിനും തന്നെ ഇയറും വന്നിട്ടുണ്ട്. പിന്നെ പാറ്റേണൊക്കെ എല്ലാം ജപ്പാൻ ബ്ലൂവിൻ്റെ ആ ഒരു ജപ്പാൻ ബ്ലൂവിനേക്കാളും കുറച്ച് ഡാർക്ക് ബ്ലൂ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജപ്പാൻ ബ്ലൂവിന് ചെറിയ ലൈറ്റ് ബ്ലൂ ആയിരിക്കും, ഇത് എന്തായാലും ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റേബിളാണ്. മറ്റു പലരും നമ്മളോട് കമൻറ്റ് ചെയ്ത് നമ്മളോട് പറഞ്ഞത് നമ്മൾ കാണിച്ചു തന്ന വീഡിയോസിൽ നിന്നൊക്കെ പറഞ്ഞത് ഒരു മുസൈക്ക് പാറ്റേണൊക്കെ ആയിട്ട് ടൈലൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടുള്ളത്, അതിനൊക്കെ മിക്സഡിലാണ് എടുത്തിരുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് ബാച്ച് എല്ലാം ഓക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ബാച്ച് ഓഫറായിട്ട് തന്നെ കൊടുക്കുന്നത് 2000 3000 ഒക്കെ അല്ല, നമ്മൾ വെറും 200 രൂപക്കാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ അടുത്ത വെറൈറ്റിയാണ് ഗ്രീൻ ടൈഗർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു KK എന്നാണ് എടുത്തത്, KK ഗപ്പി ഫാമിൽ നിന്ന് എടുത്തതാണ്. അതിൻ്റെ ഫസ്റ്റ് ബാച്ച് കുഞ്ഞുങ്ങളാണ് ഈ റെഡി ആയിരിക്കുന്നത്. ഇവരുടെ 2-3 ബാച്ച് നമ്മൾ അടുത്തിട്ട് തന്നെ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. അതേ ഇപ്പം നല്ല ഒരു ടൈഗർ പാറ്റേണിലൊരു പുതിയൊരു വെറൈറ്റിയാണ്. ഗ്രീനാണ് ഇതിൻ്റെ കളർ വരുന്നത്. നല്ല പാറ്റേണാണ്, അതുകൊണ്ട് തന്നെ അക്വാറിയത്തിലൊക്കെ നല്ല ഷോ ആയിട്ടുണ്ട് സാധനം. ഓക്കെ, അപ്പോൾ ഇതും നമ്മുടെ ഇതിൽ സെയിലിനായിട്ടുണ്ട്. ഇതിനും ഈ റേഞ്ച് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്, 200 റേഞ്ച്. അതായത് തുടക്കമായതുകൊണ്ടാണ്, ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് നമ്മൾ ഇത് 200 അതിനാണ് കൊടുക്കുന്നത്. അടുത്തൊരു പുതിയ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറ്റ് ടച്ച്ഡോ വൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റിബൺ ലൈനാണ് കേട്ടോ. ഇതിൻ്റെ ഫീമെയിലൊക്കെ എന്ന് പറയുന്നത് ഗള്ളിയർ പോലെ വരുന്ന ഒരു ഫീമെയിലാണ്. ആ റിബൺ ലൈനിൽ വരുന്ന ഫീമെയിലിനൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. റിബണുള്ള ഫീമെയിലിനൊക്കെ ഇയർ നല്ല രീതിയിൽ വരും കേട്ടോ, ഗള്ളിയർ. എങ്കിലും സാധാ മെയിലിനൊക്കെ ഒന്നും അങ്ങനെ ഉണ്ടാവത്തില്ല, ഫീമെയിലാണ് കൂടുതൽ കാണിച്ചത്. പിന്നെ നമ്മുടെ പഴയ വെറൈറ്റി മെറ്റൽ റെഡിൻ്റെ റോസ് ടൈലായിരുന്ന വെറൈറ്റി കേട്ടോ. അപ്പോൾ ഇവരുടെയും കുറച്ച് പേര് നമ്മുടെ സെയിലുണ്ട്. അപ്പോൾ ഈ പേര് മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ, ഒരു 4 പേര്, അതായത് 4 മെയിൽ ഫീമെയിൽ അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ വേണ്ടവർ വേഗം കോൺടാക്ട് ചെയ്തു. ഇതിൻ്റെ റേറ്റ് പറയുന്നത് 120 രൂപ ഉള്ളൂ. ഓഫറിലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് ജൂലൈ ഒരു 16-15 തീയതിയായിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത്. അന്നത്തെ റേറ്റാണ് ജൂലൈ 2024 ജൂലൈയിലെ റേറ്റാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പുതിയ വെറൈറ്റിയാണ്. ഇത് നമ്മളെ ഫസ്റ്റ് ബാച്ച് തന്നെയാണ്. ഇത് സെയിലിന് നമ്മൾ ഇട്ടിട്ടില്ല. ഇത് മെഡൂസയാണ്, റൗണ്ട് ടൈൽ. ഇതിൻ്റെ ടൈലിൻ്റെ പ്രത്യേകതയാണ് റൗണ്ട് ടൈലായിട്ടാണ്. കൊള്ളാം, നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ചിലർക്കൊക്കെ ടൈലിനോട് താല്പര്യമുള്ളവരായിരിക്കാം, ചിലർക്ക് ഇങ്ങനെ റൗണ്ട് ടൈൽ ചെറിയ ബോഡിയൊക്കെ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇതും ഒരു പുതിയ വെറൈറ്റിയാണ്, ബോണ്ട് ഗോൾഡ് വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതൊരു പുതിയ വെറൈറ്റി തന്നെയാണ്. അതിൻ്റെ ടെയിൽ വരുന്നത് യെല്ലോ കളറും അതിൻ്റെ ബോഡിയിൽ വൈറ്റ് കളറായിട്ടാണ് വരുന്നത്. പിന്നെ ബ്ലാക്ക് ഐ ആണ്, ഇങ്ങനെ കണ്ണ് നല്ല ബ്ലാക്ക് ആയതുകൊണ്ട് എടുത്ത് കാണാൻ പറ്റും, അത് ഭംഗിയുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ചെറിയ ഈ ഒരു ജൂനിയർ സൈസ് ആയിട്ടുള്ളൂ, 2 മാസം ആകുന്നുള്ളൂ, ആ ഒരു റേഞ്ചിൽ കിടക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഒരു പഴയ വെറൈറ്റി ആണ്, നമുക്ക് ഇഷ്ടം തോന്നിയിട്ട് വീണ്ടും എടുത്താണ്. ഞാൻ ഫസ്റ്റ് എടുക്കുന്ന ഗപ്പീസിൽ 4 വെറൈറ്റി എടുത്തിരുന്നു. അതിൽ ഫസ്റ്റ് വെറൈറ്റിയാണ് നമ്മുടെ പർപ്പിൾ മുസൈക്ക്. അതിൽ 2 കളർ ഇറങ്ങുന്ന, മെയിലിന് പർപ്പിൾ കളർ ഇറങ്ങും, റെഡും ഇറങ്ങും. പിന്നെ ഫീമെയിലിൻ്റെ ടൈൽ എപ്പോഴും പർപ്പിൾ തന്നെയായിരിക്കും. ആ ഒരു വെറൈറ്റി ഉണ്ട്. ഇത് കുറേ നാൾക്ക് ശേഷം ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ എടുക്കണേണ്ട പഴയത്, അത് ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഴയതൊന്നും എടുത്ത് നോക്കിയതാണ്. ഇത് കൊള്ളാം, നല്ലൊരു വെറൈറ്റിയാണ്. പിന്നെ ഇത് എച്ച് പി ബ്ലൂവിൻ്റെ ഒരു പുതിയ ലൈൻ തന്നെയാണ്. ടൈൽ നല്ലോണം വരുന്ന, ഫീമെയിലിന് അത്യാവശ്യം ടൈൽ ക്വാളിറ്റി ഉള്ള ഒരു വെറൈറ്റിയാണ് എച്ച് പി ബ്ലൂവിൻ്റെ. ഇതൊക്കെ വരുന്നത് 120 രൂപ ഉള്ളൂ.
ബാക്കി ഒരു വിധം ഗപ്പീസൊക്കെ നമ്മളതിൽ 120 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. പിന്നെ 2-3 ഗപ്പീസ് 100 താഴെയും വരുന്നുണ്ട്. അതിനൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നേരത്തെ പറഞ്ഞ റിബൺ ലൈൻ വൈറ്റ് എച്ച്ഡോൻ്റെ അടുത്ത ബാച്ച്. ഇതൊരു പഴയ വെറൈറ്റിയാണ് എങ്കിലും നമ്മുടെ കയ്യിൽ ഇത് നേരത്തെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് പുതിയതായിട്ട് എടുത്തത്. പുതിയതെന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും നമ്മുടെ ഫാമിലൊരു പുതിയ വെറൈറ്റിയാണ്. ഇത് മെറ്റൽ ബ്ലൂ ടൈൽ, മെറ്റൽ ബ്ലൂ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ മെയിലിൽ ഇങ്ങനെ മെറ്റൽ കളർ ഉണ്ടാവും. മെറ്റൽ റെഡ് പോലെ തന്നെ മെറ്റൽ ബ്ലൂ ഒരു ടൈൽ ക്വാളിറ്റി. നല്ല ആക്റ്റീവാണ് ടീം. ഇവരുടെയും ഈ സൈസ് നമ്മൾ സെയിലിനായിട്ടുണ്ട്. ഇവർക്കും വരുന്നത് 120 രൂപ ഉള്ളൂ കേട്ടോ. പുതിയതാണ്, പഴയതാണ്. അതുകൊണ്ട് നമ്മുടെ ഫാമിൽ പുതിയതാണെങ്കിൽ നമ്മൾ ആ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത്. അടുത്ത വെറൈറ്റി നമ്മുടെ പഴയ വെറൈറ്റി തന്നെയാണ്. ജെറ്റ് ബ്ലാക്കിൻ്റെ നല്ല ഓവർടൈൽ വരുന്ന വെറൈറ്റി. അപ്പോൾ ഇതും കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ജെറ്റ് ബ്ലാക്കൊക്കെ അത്യാവശ്യം ഡിമാൻഡുള്ളതാണ്. ഷോപ്പിലൊക്കെ ആണെങ്കിലും പോകാറുണ്ട്. ഷോപ്പിലെ ടീം കണ്ടാലും അവരെടുക്കാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ തോപ്പസ് ബ്ലൂ, അതിൻ്റെ ഈ ഒരു ഏജിലുള്ള ടീമാണ് കൊടുക്കാനുള്ളത്. 2 മാസം പ്രായമൊക്കെ ഉള്ളതാണ്ട. നല്ല ഭംഗിയുള്ള സാധനമാണ് ഇത്. റെഡ് ഇറങ്ങില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. സാധാരണ തോപ്പസ് ബ്ലൂന്ന് റെഡ് ഇറങ്ങാറുണ്ട്, ഇതിൽ അത് ഇറങ്ങത്തില്ല. പിന്നെ ചെറിയ രീതിയിൽ ഇയർ ക്വാളിറ്റി ഉണ്ട്. 2 മാസം 3 മാസമൊക്കെ കഴിയുമ്പോഴാണ് ഇയർ ക്വാളിറ്റി പ്രത്യേകം കാണുന്നത്. അത് നമ്മുടെ പൂടിനൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈസാണ് നമ്മളെ കൊടുക്കാനുള്ളത്. അടുത്ത വെറൈറ്റിയും ഈ വെറൈറ്റിയും മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡുള്ള വെറൈറ്റിയാണ്. ഗ്രീനാണ്ട. ഇത് മോസ്കോ ഗ്രീൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഫുള്ള് ഗ്രീൻ ബോഡിയിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. മെയിലാണ് ഗ്രീൻ കളർ കൂടുതൽ വരുന്നത്. ഇപ്പോൾ നമ്മളതിൽ ബ്ലൂ ഷെയ്ഡിൽ അക്കൂറത്തിലിട്ടാണ് ഉണ്ടാകും. ചിലപ്പോൾ ബ്ലൂ ഒക്കെ ആയിട്ട് തോന്നും. നിർദ്ദിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അതിൻ്റെ കളറ് ഗ്രീനാണ്. ഫുള്ള് ബോഡിയിൽ ഗ്രീൻ കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് മോസ്കോ ഗ്രീൻ. അത്യാവശ്യം ടൈൽ ക്വാളിറ്റിയും ഡോർസലൊക്കെ ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഇവരുടെയും നമ്മളുടെ സെയിലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പെയർ 120 രൂപയാണ്. അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. കുറച്ച് പീസൊക്കെ ഉള്ളു. പിന്നെ അത് നമ്മുടെ വെൽറ്റേജ് സീബ്രാസ് ഉണ്ട്. അതിൻ്റെ ഗ്രീൻ ഒരു ജൂനിയർ സൈസ് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബ്ലൂ ഉണ്ട്. കുറച്ച് വെറൈറ്റീസ് സീബ്രാസിൻ്റെ 2 വെറൈറ്റിയുടെ കുറച്ച് പീസ് കിടക്കുന്നുണ്ട്. അതായത് ഇതൊക്കെ സെയിലിനുള്ളതാണ്. കുറച്ച് സമയത്തേക്ക് നമ്മുടെ ഗപ്പീസും ബീറ്റാസിനൊക്കെ കുറച്ച് സെയിൽ ഡള്ളായി നിന്ന സമയത്ത് നമ്മളെ പിടിച്ചെടുത്തിയ വെറൈറ്റിയാണ് ഇത് വെൽറ്റേൽ സീബ്ര. അത്യാവശ്യം എൻക്വയറീസ് ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പീസൊക്കെ തീർന്നിട്ട് അടുത്ത ബാച്ച് റെഡി ആയിട്ടുള്ളതാണിത്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ബീറ്റാസ് കുറച്ച് സെയിലാണ്ടുണ്ട്. ബീറ്റാസിനെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പുറത്തൊക്കെ കുറച്ച് ടാങ്കിലൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ബീറ്റാസ്. ഇതൊക്കെ ചെറിയ സൈസാണ്, ബോട്ടിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തായാലും. പിന്നെ അത് റെഡ് ഇയർ കോഴി കേട്ടോ. റെഡ് ഇയർ കോഴിയുടെ കുറച്ച് മെയിൽസ് നമ്മളെ കൊടുക്കാനുണ്ട്. റെഡ് ഇയർ കോഴി അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റെഡ് ഇയർ കോഴി തന്നെയാണ്. ചെറുതിൽ തന്നെ നല്ല ഇയർ ക്വാളിറ്റി ഉണ്ടാവും. അതിൽ ഇപ്പോൾ നമ്മളതിൽ ഈ പെയർ ഉണ്ടായിരുന്നുള്ളൂ. ഈ പെയർ ബുക്കിംഗ് ആണ്. പക്ഷെ ഒരു 10-20ഓളം മെയിൽ നമ്മളതിൽ കൊടുക്കാനുണ്ട്. മെയിൽസാണ് കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ പലർക്കും അതിൻ്റെ ലൈൻ ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മെയിൽസിന് വെറും 100 രൂപയ്ക്ക് നമുക്ക് സെറ്റ് ചെയ്ത് തരാം. നമുക്ക് അത്യാവശ്യം പെയറിന് നല്ല റേറ്റുള്ള സാധനമാണ്. നമുക്ക് ഫീമെയിൽ ഇല്ലാത്ത കാരണമാണ് ആ മെയിൽസ് നല്ല ക്വാളിറ്റിയുള്ള മെയിൽ തന്നെയാണ് നമ്മുടെ. അപ്പോൾ ഇവരൊക്കെ വേണ്ടവർ വേഗം കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു നമ്മുടെ പഴയ വെറൈറ്റി ആണെങ്കിലും ഇപ്പോഴും പുതുമയോടെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് സാധനത്തിന്. മെയിലിനെ കണ്ടാൽ തന്നെ അറിയാട്ടോ. പക്ഷേ നമ്മളതിൽ ഒരു പെയർ മാത്രമേ കൊടുക്കാനുള്ളൂ. എന്തായാലും അതിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ലാവ റെഡാണ്. പിന്നെ ഇത് നമ്മുടെ ഇമ്പീരിയൽ ബ്ലൂ ഡ്രാഗൺ. അത് നമ്മുടെ എക്കാലത്തെ ഹീറോ എന്ന് തന്നെ പറയാം. നമ്മുടെ ഫാമിലി കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു വെറൈറ്റിയാണ്. ബ്ലൂ ഡ്രാഗൺ വെറൈറ്റിയിൽ വരുന്ന ഇമ്പീരിയൽ ബ്ലൂ ഡ്രാഗൺ. ഇതിൻ്റെ പ്രത്യേകത ഫീമെയിലിനും ഇയർ വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ റിബൺ ഉണ്ട്. റിബൺ ലൈൻ നമ്മൾ നോക്കാറില്ല. നോൺ റിബണും നമ്മൾ പെയർ 120 തന്നെയാണ് കൊടുക്കുന്നത്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അതിൽ റിബൺ എപ്പോഴും ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ റേറ്റിൽ തന്നെ കൊടുക്കുന്ന കാരണം അത് പോവാറുണ്ട്. അപ്പോൾ ഇവർ നമ്മളതിൽ കുറച്ച് പീസ് സെയിലിനായിട്ടുണ്ട്. അടുത്ത നമ്മുടെ വെറൈറ്റി എന്ന് പറയുന്നത് ബ്ലൂ വെറൈറ്റിയാണ്. നമ്മൾ ബ്ലാക്ക്, റെഡ്, ഗ്രീൻ ഇതൊക്കെ എല്ലാം കണ്ട്. ഇനി അടുത്ത ഡാർക്ക്, അതായത് ഫുള്ള് ബോഡിയിൽ ബ്ലൂ വരുന്ന തായ്വാൻ ബ്ലൂ എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. നമ്മൾ ആർട്ടിമേ കൊടുത്തിട്ടുണ്ട്. ആർട്ടിമേ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആർട്ടിമേ തിന്നുമ്പോൾ ഇവരെ കാണാൻ നല്ല രസമായിരിക്കും. അതുകൊണ്ടാണ് ആർട്ടിമേ കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചെറിയ ടിപ്പായിട്ട് പറയണതാണ്. നിങ്ങൾ സെയിൽ പോസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുമ്പോൾ കുറച്ച് ഫീഡ് ചെയ്യുക. ആർട്ടിമയൊക്കെ ഫീഡ് ചെയ്യുമ്പോൾ അവർ നല്ല രീതിയിൽ ഇങ്ങനെ എടുക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അവരിങ്ങനെ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് വീഡിയോസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ട്. അതുകൊണ്ട് മീനിനൊക്കെ കൂടുതൽ കാണുന്നത് ആർട്ടിമീനാണ്. അപ്പോൾ ഇതും നമ്മൾ 120 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ മെറ്റൽ ബ്ലാക്കിൻ്റെ ബ്ലൂ ഇയറാടാ, ബ്ലൂ ടൈൽ. മെറ്റൽ ബ്ലാക്ക് ബ്ലൂ ടൈൽ എന്നാണ് ഇതിൻ്റെ വെറൈറ്റിയുടെ പേര്.
അതിൻ്റെ 2.5 മാസം പ്രായമുള്ള പീസാണ് നമ്മുടെ സെയിലായിട്ടുള്ളത്. ഇതും 120 രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. നല്ല ടൈൽ ക്വാളിറ്റി വരുന്നൊരു വെറൈറ്റിയാണ്. ഈ ചെറിയ പ്രായത്തിലെ വെയിൽ കൊണ്ട് നിങ്ങൾ നോക്കണ്ട, നല്ല ടൈൽ ക്വാളിറ്റിയാണ്. ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ തായ്വാൻ ബ്ലൂവിൻ്റെ മെയിലാണ്ട നല്ല ടൈൽ ക്വാളിറ്റിയുള്ള വെറൈറ്റിയാണ് ആ തായ്വാൻ ബ്ലൂ. അത് ജസ്റ്റ് ഒന്ന് ഇത് വേറെ ബാച്ചാണ്, നമുക്ക് 2-3 ബാച്ച് അതിൻ്റെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈൽ ക്വാളിറ്റി ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തത്, പക്ഷേ സ്ക്രീൻ കറക്റ്റ് ആകുന്നില്ല. അതേ നിങ്ങൾ മോളിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ ഗോൾഡാണ്. ഫുൾ ഗോൾഡിൻ്റെ കുറച്ച് പീസ് നമ്മുടെ കൊടുക്കാനുണ്ട്. ഇത് നമ്മുടെ ഗള്ളിയർ എന്ന് ഇറങ്ങിക്കിട്ടുന്ന, ഗള്ളിയർ അല്ലാത്ത നല്ല ബിഗ് ഇയർ ആയിട്ട് വരുന്ന ഫുൾ ഗോൾഡാണ്. ഇവിടെ കുറച്ച് പേരേ ഉള്ളു. അപ്പോൾ ഇവർ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് 120 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ സ്നേക് സ്കിൻ ബ്ലൂ ടൈൽ കേട്ടോ, അവരും നമ്മുടെ കയ്യിലുണ്ട്. ഇവരെ നമ്മൾ കൊടുക്കുന്നത് 100 രൂപക്കാണ് ഇപ്പോൾ പെയർ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മുടെ സാന്റാക്ലോസിൻ്റെ അത്യാവശ്യം ഇയറൊക്കെ വരുന്ന ക്യാപ്പ് ഉണ്ടായിരുന്ന വെറൈറ്റി ആയിരുന്നു. ഇപ്പോൾ ക്യാപ്പൊന്നും വരാറില്ല, എങ്കിലും ഇയർ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അത് തന്നെ അതായത് 2 ബാച്ച് കിടക്കുന്നുണ്ട്. അത് 80 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഓഫറുണ്ട് 80 രൂപ. അപ്പോൾ 100 താഴെയായിട്ടുള്ള 2 കപ്പീസാണ് നമ്മുടെ ഉള്ളത്. അടുത്തത് നമ്മുടെ ബീറ്റാസ് തന്നെയാണ്. ഇത് നമ്മുടെ ഫുൾ വൈറ്റിൻ്റെ ഡംബോയറാണ്. ഇത് OHM ആണ്. അപ്പോൾ ഇവരുടെ മെയിൽസ് കുറച്ച് പെയറായിട്ടുള്ളതും കൊടുക്കാനുണ്ട്. പിന്നെ ഇത് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ കുറച്ച് വെറൈറ്റിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. ഇത് മസ്റ്റാർഡ് ഗ്ലാസ്സാണ്. മസ്റ്റാർഡ് ഗ്ലാസിൻ്റെയൊക്കെ ഇതിനൊക്കെ വരുന്നത് മെയിലിന് 100 രൂപയാണ് വരുന്നത്. പെയർ വരുന്നത് 150 രൂപ. 150 റേഞ്ചിലെ കുറച്ച് പെയറൊക്കെ നമ്മൾ കൊടുക്കാണ്ട്. ഇതും ബ്ലാക്കിൻ്റെ ഇത് പെയറും 150 രൂപക്കാണ് കൊടുക്കുന്നത്. അതേപോലെ ഈ ഡംബോയർ മെയിലൊക്കെ കൊടുക്കാൻ വേണ്ട സെപ്പറേറ്റ് ആണെങ്കിൽ കൊടുക്കും. ഇതൊക്കെ വെറും 100 രൂപ ഉള്ളൂ. ഈ ബ്ലൂ 100 ഉള്ളൂ. ഇതൊക്കെ പ്ലക്കാർഡ് വെറൈറ്റി ആണ് കേട്ടോ. പ്ലക്കാർഡിൽ വരുന്നുണ്ട്, അതും 100 ഉള്ളൂ. ഈവൻ നമ്മുടെ ഡംബോയറാണ് സാൽമണ്ടർ. അതിൻ്റെ മെയിൽ വരുന്നത് 150 രൂപയാണ്. അപ്പോൾ മെയിൽ മാത്രമേ ഉള്ളൂ, ഫീമെയിൽ കുറവായിരുന്നു. അവരുടെ മെയിൽ അത്യാവശ്യമുണ്ട്. ഇവരൊക്കെ വരുന്നത് അത്യാവശ്യം റേറ്റ് വരുന്ന വെറൈറ്റിയാണ്. നമ്മുടെ എൽബോയിൽ നിന്ന് ഇറങ്ങുന്ന വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ മ്യൂട്ടേഷൻ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കറക്റ്റ് കളർ വരുമ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. ഇത് ഈ മെയിലിനൊക്കെ വെറും 100 ഉള്ളൂ. ബ്ലൂവിൽ നല്ല ഫാൻസി ആയിട്ടുള്ള ബ്ലൂ ആണ്, ഫാൻസി ബ്ലൂ. ഇത് നമ്മൾ വൈറ്റിൻ്റെ നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ മെയിലാണ്. മെയിലിന് നമ്മൾ 175 രൂപക്കാണ് കൊടുക്കുന്നത്. പെയർ വരുന്നത് 300 രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല ഫാൻസി ആയിട്ടുള്ള ഐറ്റംസാണ്. ഇവരൊക്കെ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കോൺടാക്ട് ചെയ്യാനായി. പിന്നെ ഇവിടെ വന്നെടുക്കണവർക്ക് വന്നെടുക്കാം. പിന്നെ എല്ലാവരെയും നമുക്ക് ഇതിനകത്ത് വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ബീറ്റാസിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളോട് ആവശ്യപ്പെടുക. ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. കൊറിയറും ഉണ്ടാവുന്നതാണ്. അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. ഇത് പ്ലക്കാർട്ട് വെറൈറ്റിയാണ്. അതായത് സൂപ്പർ റെഡ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് റെഡായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ്. ഫുള്ള് റെഡ്. അതിൻ്റെ പേര് നമ്മളിൽ കുറച്ച് പീസ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് വെറൈറ്റി ബീറ്റാസ് നമ്മൾ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ വീഡിയോസൊക്കെ വന്നെടുക്കുന്നവർക്ക് കണ്ട് കൃത്യമായിട്ട് എടുക്കാം കേട്ടോ. പിന്നെ അത് ഇവിടെ നമ്മൾ കുറച്ച് ബോട്ടിൽ ഇത് അടിയിലേക്ക് വെച്ചിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് സെയിലിനുള്ളതാണ്. അതായത് നമ്മുടെ മിക്സ്ഡ് ഡബ്ബയാണ്. മിക്സ്ഡ് ഡബ്ബ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള മിക്സ്ഡ് ഡബ്ബയാണ് കൊടുക്കുന്നത് കേട്ടോ. അത് 20 രൂപക്കാണ് ഈ ഫുൾ ലെങ്ത്തുള്ള ഗപ്പീസിനെ നമ്മളിപ്പോൾ കൊടുക്കുന്നത്. മിക്സ്ഡ് ഡബ്ബിനെ കൊറിയർ ചോദിക്കരുത്. മിക്സ്ഡ് ഡബ്ബി നിങ്ങൾക്ക് അന്ന് കണ്ട് ഇഷ്ടപ്പെട്ടെടുക്കണം. അല്ലാതെ നമ്മൾ കൊറിയർ ചെയ്യുന്നതല്ല. അത് പ്രത്യേകം പറയുന്നുണ്ട്. പലരും നമ്മളൊരു കംപ്ലൈൻ്റ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അയച്ചു കൊടുത്തിട്ട് അതായത് അവർ പറഞ്ഞ ഗപ്പിനല്ല കിട്ടിയതെന്നൊക്കെ പറയും. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ അത് സെയിലായി പോയിട്ടുണ്ടാവും. ഇവിടെ വന്ന് പിള്ളേരൊക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണത് നമ്മൾ ചെയ്യാത്തത്. പിന്നെ ഇത് നമ്മൾ പുറത്താണ് ഇട്ടേക്കുന്നത്. നല്ല വെയിലും മഴയൊക്കെ കൊള്ളുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ മിക്സ്ഡ് കപ്പി കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് പുറത്തൊക്കെ വേണ്ടിയാണ് മിക്സ്ഡ് കപ്പി പലരും എടുക്കുന്നത്. കൊതുകൊക്കെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി താമര വളർത്തുന്നിടത്തൊക്കെ ഇടാനായിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടേക്ക് ഇടാൻ പറ്റിയ വെറൈറ്റി തന്നെയാണ്. നമ്മൾ പുറത്തിട്ട് തന്നെ വളർത്തുന്നുണ്ട്. നല്ല അത്യാവശ്യം ഇമ്മ്യൂണിറ്റി പവറുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് ഇവൻ്റെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവരുടെ മെയിലാണ് കുറച്ച് കൊടുക്കാനുള്ളത്. 150 രൂപക്ക് നമുക്ക് സാൽമണ്ടറിൻ്റെ ഡംബോയറിൻ്റെ പ്ലക്കാർഡ് വെറൈറ്റിയുടെ മെയിൽസ് കുറച്ച് കൊടുക്കാണ്ട്. അപ്പോൾ ഇവരെ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം. അത്യാവശ്യം മെയിൽസ് ഉണ്ട്. ഫീമെയിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പെയറായിട്ട് കൊടുക്കാത്തത് കേട്ടോ. ഫീമെയിൽ ഉണ്ടായില്ലെന്ന് തന്നെ പറയാം. ഒരു ഫീമെയിലായിട്ട് ഉണ്ടായുള്ളൂ, ബാക്കി എല്ലാം മെയിലായിരുന്നു. അത് അറിയില്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ കിട്ടുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവരുടെ മെയിലിൽ കൊടുക്കാനുണ്ട്. നല്ല വെറൈറ്റിയാണ്. നല്ല കിടക്കണ കാണുമ്പോൾ തന്നെ ഇയറൊക്കെ ഉള്ള കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും.
നല്ല ഭംഗിയാണ്. ഇതൊരു പ്ലക്കാർഡ് പോലുള്ള ബ്ലാക്കിൽ വരുന്നൊരു വെറൈറ്റി ആണ്. ഇത് പെയർ വരുന്നത് 150 രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. മ്യൂട്ടേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ ഈ പെയറായിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ പ്രായത്തിൽ തന്നെ കൊടുക്കണം. 2.5 മാസം കഴിഞ്ഞ് 3 മാസമായിട്ടുണ്ട്. അപ്പോൾ ഇവർ വരുന്നത് 150 രൂപയാണ് പെയർ വരുന്നത്. മെയിലും ഫീമെയിലും നല്ല ക്വാളിറ്റിയുള്ള അത് അത്യാവശ്യം ഒരേപോലെ ഇരിക്കുന്ന മെയിലും ഫീമെയിലും തന്നെയാണ് കൊടുക്കാനുള്ളത്. പിന്നെ ഇത് ഈ മസ്റ്റാർഡ് ഗ്ലാസിൻ്റെ പെയർ നമ്മൾ കൊടുക്കുന്നത് 150 രൂപ. കണ്ട നല്ല ഇയർ ക്വാളിറ്റി, നല്ല ടൈൽ ക്വാളിറ്റിയാണ് ഇത്. ഇപ്പോൾ 3 മാസം തന്നെ ഇതിനും പ്രായമായിട്ടുള്ളൂ. 2.5 മാസം കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയാം. അത്യാവശ്യം നല്ല ടൈൽ തന്നെയാണ്. ഫീമെയിലും നല്ല സൈസ് ഒക്കെ വേണ്ട. അപ്പോൾ ഇവർക്കും 150 രൂപയാണ് പെയർ റേറ്റ് വരുന്നത്. പിന്നെ ഇവരുടെ മെയിൽസായിട്ടും കൊടുക്കാറുണ്ട് കേട്ടോ. മെയിൽസായിട്ടും കൊടുക്കാറുണ്ട്, പിന്നെ ഫീമെയിൽ സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കാറുണ്ട്. ഇതേപോലെ മെയിലൊക്കെ ഉണ്ട്, കുറച്ച് മെയിൽസൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിളാണ്. പിന്നെ അടുത്തുള്ളത് നമ്മളെ മൾട്ടി കളർ വരുന്നത്, പിന്നെ ഫുൾ ബ്ലൂവിൽ വരുന്നതും ബ്ലൂ ഫാൻസി ആയിട്ടുള്ളതും ഒക്കെയായിട്ടാണ് ബീറ്റേഴ്സും കൊടുക്കാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, വിഷനേക്കെല്ലാം കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ പുതിയ വിഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടണം. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.